മന്ത്രിസഭയിൽ ഏറ്റവും എഫിഷ്യന്റ് ആയ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേരുകാരൻ ഒരുപക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയായിരിക്കും. ഇന്നും കൈയടിക്കേണ്ട ഒരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഫെബ്രുവരി 13 മുതൽ വിതരണം ചെയ്യും. അതായത് ഈ വർഷത്തെ പരീക്ഷ നടന്നിട്ടില്ല, സ്കൂൾ അടച്ചിട്ടില്ല, അവധി തുടങ്ങിയിട്ടില്ല. പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ തയ്യാറാണ്. മറ്റന്നാൾ മുതൽ വിതരണം തുടങ്ങും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 2026-27 അധ്യയന വർഷത്തിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്കായി 3.5 കോടി പാഠപുസ്തകങ്ങൾ ഒന്നാം വാല്യത്തിൽ ഇൻഡന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം വാല്യത്തിൽ 1,90,00,000 പാഠപുസ്തകങ്ങൾ ഇൻഡന്റ് ചെയ്തിട്ടുണ്ട്. 26 അധ്യയന വർഷം ഒന്നാം വാല്യത്തിൽ 3,80,00,000 പാഠപുസ്തകങ്ങൾ, രണ്ടാം വാല്യത്തിൽ 2,16,00,000 പാഠപുസ്തകങ്ങളാണ് ഇൻഡന്റ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 2ാം വാരത്തിൽ തന്നെ വിതരണം ആരംഭിച്ച് മെയ് അവസാന വാരത്തോടു കൂടി തന്നെ എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. 1 ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും. മധ്യവേനൽ അവധിക്ക് വീട്ടിലേക്ക് കുട്ടികൾ പോകും മുൻപ് അവരുടെ കയ്യിൽ അടുത്ത വർഷം പഠിക്കാനുള്ള പുസ്തകം റെഡിയാണ്. ഇനി നമുക്ക് കുറച്ചൽപ്പം പിറകോട്ട് പോകാം. ഓണപരീക്ഷ ഓണം കഴിഞ്ഞോ അതിനു മുൻപാണോ നടത്തേണ്ടത്? വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാത്തൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഓണത്തിന് ശേഷം നടത്തുന്ന പരീക്ഷ എങ്ങനെയാണ് സാർ ഓണപരീക്ഷയാകുന്നത്? നിങ്ങളുടെയൊക്കെ കാലത്ത് ഇതും ഇതിനപ്പുറവും നടക്കും. എന്നാലും എൻ്റെ റബ്ബേ സമ്മതിച്ചിരിക്കുന്നു. ഓണപരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകം കിട്ടാത്ത ഒരു കാലവും ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അതൊരു കുറവാണ്. ആ കുറവ് നികത്തും. അത് വന്ന സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ കാര്യം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് മാത്രമേ പറ്റൂ.